ന്യൂ ഇയർ ആയിട്ട് എങ്ങും പോകാനില്ലാത്തതുകൊണ്ട് കിട്ടിയത് വാരിപ്പെറുക്കി ഞാനും മക്കളോട് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അന്നത്തെ ദിവസം അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കമ്പനിയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളോട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു പോയിട്ട്. അപ്പോഴേക്കും അമ്മയും ഫ്രണ്ട്സും ഒക്കെ കൂടി വന്നു. പിന്നെ കടയിൽ പോയി കുറച്ച് ചിക്കനും മീനൊക്കെ വാങ്ങാൻ നേടി. അതും വാങ്ങിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി നല്ല ചായ ഇട്ട് തന്നു കേട്ടോ അമ്മ, സ്നാക്സൊക്കെ ആയിട്ട്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് അമ്മ ഒരു കുട്ടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണക്കാരെ ക്രിസ്മസ് ട്രീ ഇങ്ങനെയൊക്കെയാണ്. ചായയോടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാചകത്തിലേക്ക് കിടന്നു. ഞാനപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി കപ്പ നന്നാക്കുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞ് അമ്മ തന്നെ പാൽക്കപ്പ ഉണ്ടാക്കി വെച്ചിട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന അടിപൊളിയായിരുന്നു. ഇതൊക്കെ കണ്ട് ക്ഷമ മോനില്ലാത്തതുകൊണ്ട് അവൻ ആദ്യം തന്നെ കുറച്ച് പാൽക്കപ്പയും ചിക്കനൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്താഴം കഴിക്കാനുള്ള സമയമായി. ഫ്രൈഡ് റൈസുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പാൽക്കപ്പയുണ്ട്, നല്ല വറുത്ത മത്തിയുണ്ട് കേട്ടോ. ഫുഡെല്ലാം വീടിൻ്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവന്നിച്ച് വട്ടം ഇട്ടിരുന്നു. ഞങ്ങൾ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത് ആസ്വദിച്ച്. പാൽക്കപ്പ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അനീത്തിയുടെ കോളൊക്കെ വയറ്റിൽ നിന്ന് വന്നു. അതും കഴിഞ്ഞു ഞങ്ങൾ നേരെ വെളുക്കണ വരെ കുറേ സിനിമകളൊക്കെ കണ്ടിരുന്നു അടിച്ച് വിളിച്ചിട്ടു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.